ശ്രീ ജയചന്ദ്രൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളം കടന്നുപോകുന്ന ഒരു കാലത്തിൻ്റെ പ്രശ്നമുണ്ട്. ആ പ്രശ്നം അടക്കം ചർച്ച ചെയ്യുന്നതിന് ഈ പണിമുടക്ക് വേദി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ മന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ ഞെരുക്കങ്ങൾക്കിടയിലും പ്രഖ്യാപിച്ചതിനും അധികമായി കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള നടപടികളിലാണുള്ളത്. ജീവനക്കാർക്ക് ഈ സർക്കാരിന് നൽകാനുള്ള ഉറപ്പതാണ്. പറഞ്ഞ കാര്യങ്ങളും അതിലധികവും ചെയ്യുമെന്ന് തന്നെയാണ്. പറയുന്നതും പ്രവർത്തിക്കുകയും രണ്ടാവില്ല. ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാട്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊന്ന്. ഈ നില ഇടതുപക്ഷത്തെ സംബന്ധിച്ചില്ല. ഈ നിലയിലൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥകളിൽ നിന്ന് ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ ചില കടം പറയലുകൾ വേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത്. പക്ഷേ അവരുടെ അവകാശങ്ങൾ ഒരു തരത്തിലും വെട്ടിക്കുറയ്ക്കില്ല, അത് കൊടുത്തു തന്നെ മുന്നോട്ട് പോകും എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. എന്നാൽ എല്ലാ ആനുകൂല്യങ്ങളും കടത്തിലാണ്, കുടിശ്ശികയിലാണ് എന്നുള്ളതാണ് ഒരു പ്രതിപക്ഷ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ താങ്കളെപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ഈ പണിമുടക്കിൻ്റെ ഒരു സാധ്യത എങ്ങനെയായി മാറി? അത് വിജയകരമായിട്ടുണ്ടോ, അതോ സംഘാടകരെ പോലും വല്ലാതെ വിഷമിപ്പിക്കുന്ന വിധത്തിലേക്ക് അതിൽ പങ്കാളിത്തം കുറഞ്ഞു പോയിട്ടുണ്ടോ? താങ്കളൊരു അനുഭവം, കാഴ്ചപ്പാട് ഇതേക്കുറിച്ച് ഇന്നെന്താണ്? നേരത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അനിൽ ബോസ് എൻ്റെ പ്രിയ സുഹൃത്താണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ വലിയ അപാകത പറ്റിയിട്ടുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട്. എന്താണെന്നറിയാമോ? അത് ഇന്നത്തെ സമരം, പണിമുടക്ക് എന്ന് പറയുന്ന ആ സംഗതി, അത് പണിമുടക്കല്ലെന്നേ. അത് വ്യക്തമാക്കിയിട്ടുണ്ട് സമരക്കാർ നേരത്തെ തന്നെ. പിന്നെന്താണ് അവർ വ്യക്തമാക്കിയത്? ഇത് സൂചനാ പണിമുടക്കാണ്. സൂചനയാണിത്, സൂചന മാത്രം. സൂചന കൊണ്ട് ഫലിച്ചില്ലെങ്കിൽ സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും. പഴയ മുദ്രാവാക്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ. ഈ ഒറ്റ സെക്കൻഡിലൂടെ നമ്മുടെ മനസ്സിൽ വരില്ലേ? അല്ല, വ്യാപിപ്പിക്കാൻ സൂചനാ പണിമുടക്കാണ്. അങ്ങനെ വ്യാപിപ്പിക്കാൻ കഴിയുമോ? ഈ സൂചന അല്ല, അത് പറയാം. അതായത് ഇത് പണിമുടക്കം അല്ല. ഇതൊരു പണിമുടക്കായിട്ട് നടത്താത്ത എന്തുകൊണ്ടാണെന്നുള്ളതാണ് പിന്നീട് രണ്ടാമത്തെ ചോദ്യം വരുന്നത്. ഇപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ അനിൽ ബോസ് പറഞ്ഞതുപോലെ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അധ്യാപക സർവീസ് സംഘടനാ സംയുക്ത സമരസമിതിയാണ് ഈ സൂചന പണിമുടക്കമായിട്ട് വരുന്നത്. അതുണ്ട്. അത് ഭയങ്കര എക്കോ വരുന്നുണ്ട്. PCR ഒന്ന് പറയണം. പറയാം. ശരത്ത്. അപ്പോ അത് വരുന്ന ഈ പണിമുടക്ക് ഇങ്ങനെ വരുമ്പോ ഞാൻ ഇന്നലത്തെ അത് കൃത്യമായി തന്നെ പറഞ്ഞു പോകണമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. ഇന്നലത്തെ ജനയുഗം ദിനപത്രത്തിൽ CPIയുടെ മുഖപത്രമാണല്ലോ, അതിൽ ജോയിന്റ് കൗൺസിലിന്റെ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്ങൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനമുണ്ട്. അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു. ആ ലേഖനം അവസാനിപ്പിക്കുന്ന പാരഗ്രാഫിൽ ഇങ്ങനെയാണ് പറയുന്നത്: സാമ്പത്തിക ജീവനക്കാരുടെ ജീവിതാവസ്ഥ ഉൾക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ ചട്ടം 300 പ്രകാരം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് പ്രഖ്യാപനം നടത്തിയതാണ്. എന്നാൽ തുടർ ഉത്തരവ് പുറപ്പെടുവിക്കാനോ നടപടികൾ സ്വീകരിക്കാനോ ധനകാര്യ വകുപ്പിന് കഴിഞ്ഞില്ല. അപ്പോൾ മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരം ഇതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞതാണ്. തുടർ ഉത്തരവ് പുറപ്പെടുവിക്കാനായിട്ട് ധനകാര്യ വകുപ്പിന് കഴിഞ്ഞില്ല. ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ക്രിറ്റിസിസം എന്ന നിലയിൽ കാണേണ്ടത്. അതിനാണ് ഇന്ന് കണിശമായ മറുപടി. ആ മറുപടി കണിശതയുള്ള മറുപടിയായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലിന്റെ. അക്കമിട്ടാണ് അദ്ദേഹം ഈ ആരോപണം ധനമന്ത്രിക്ക് നേരെയാണ്, മുഖ്യമന്ത്രിക്ക് നേരെയല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അക്കാര്യത്തിന് ധനമന്ത്രി നിയമസഭയിൽ അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിലുണ്ട്, ആ മറുപടി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോയി സമയം കളയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്. ഈ 2024 ജൂലൈ 10-നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ചട്ടം 300 പ്രകാരം വിഷയങ്ങൾ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ഭരണപരമായി നേരിടുന്ന വിഷയങ്ങൾ അതിന്റെ സമഗ്രതയിൽ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ചട്ടം 300 പ്രകാരം വിഷയം അവതരിപ്പിച്ചത്. അതിൽ സുവ്യക്തമായി പറയുന്നുണ്ട്. പേജ് 7-ൽ 11-12 ഇനങ്ങളിൽ തന്നെ അത് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുവാനുള്ള DA DR ശമ്പള പരിഷ്കരണ കുടിശ്ശിക എന്ന ഇനത്തിൽ, ഞാനത് വായിക്കുന്നില്ല, 7-ാം പേജിൽ ഇനം 12 അതിൽ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് അത് സമയബന്ധിതമായി കൊടുത്തു തീർക്കും. DA കുടിശ്ശിക
അത് DA കുടിശ്ശികയാണ് ജീവനക്കാർക്കിടയിലുള്ള വലിയ ഒരു വിപ്രതിപത്തി. അത് ഞാനും അംഗീകരിക്കുന്നു ശരത്തെ, അതുണ്ട്. പിന്നെ എന്നോട് തന്നെ ഇടതുപക്ഷക്കാരായ സർവീസ് സംഘടനയുടെ നിരവധി പ്രവർത്തകർ DA കുടിശ്ശിക കിട്ടാത്തതിന്റെ പ്രയാസങ്ങൾ, അവർക്കുണ്ടാകുന്ന വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്നോട് പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു പ്രയാസമുണ്ട്. അതിനെ ഇവിടെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ നോക്കുകയായിരുന്നു കോൺഗ്രസ്. അവരുടെ ആ പ്രയാസത്തിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ഒരുക്കവും പരിപാടിയാണ് ഈ സൂചനാ പണിമുടക്കിലൂടെ കൊണ്ടുവന്നത്. ആ കെണിയിൽ വീഴുകയാണ് ജോയിന്റ് കൗൺസിലിന് നേതൃത്വത്തിലുള്ള സമരസമിതി ചെയ്തത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ജോയിന്റ് കൗൺസിലിന്റെ ഭാഗത്തുനിന്ന്. കാരണം അവരുടെ മാതൃസംഘടനയായ CPI പിന്നെ മുന്നണി ഭരണത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സർക്കാരിലെ രണ്ടാമത്തെ വലിയ കക്ഷിയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുമാണ്. ആ പാർട്ടി അതിന് നേതൃത്വമുള്ള സർവീസ് സംഘടനകൾ, ഇത്തരം അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ സമരം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭരണപരമായ ഉത്തരവാദിത്വം എന്താണ് നിലനിൽക്കുന്നത്, എന്താണ് അവരുടെ വിമർശനം. ഈ അവരുടെ ഒറ്റ മന്ത്രിമാർ പോലും ചട്ടം 300-നെതിരെ ഒരിക്കലും പ്രതികരിച്ചിട്ടില്ലല്ലോ. ഈ ജോയിന്റ് കൗൺസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി കൂടെ പറയാതെ പോകാൻ പറ്റില്ല. ശരത്ത്, എന്താണെന്ന് അറിയാമോ? ഈ ഇടതുപക്ഷ ഭരണം വരുമ്പോൾ, LDF ഭരണം വരുമ്പോൾ പ്രത്യേകിച്ചും സവിശേഷമായും എവിടെയും നോക്കിയാൽ കാണാം, ധാരാളം NGO അസോസിയേഷന്റെ പ്രവർത്തകർ കൂട്ടമായിട്ട് ജോയിന്റ് കൗൺസിലിലേക്ക് ചേരും. എനിക്ക് അനുഭവത്തിന് അറിയാം, എനിക്ക് നേരിട്ട് പേരെടുത്ത് പറയണമെങ്കിൽ തന്നെ വേറെ ഒരുപാടുണ്ട്. പിന്നെ അവർ കൂട്ടമായിട്ട് ഇതിലേക്ക് ചേരുകയാണ്. ജോയിന്റ് കൗൺസിൽ, CPIയുടെ ജോയിന്റ് കൗൺസിലിലേക്ക് ചേർന്ന് അവർ ഇടതുപക്ഷക്കാരായി മാറുകയാണ്. എന്നിട്ടോ എങ്ങാനും UDF ഭരണം വരുന്നൊരു ഘട്ടം ഉണ്ടായാൽ കൂട്ടത്തോടെ നേരെ തിരിച്ച് NGO അസോസിയേഷനിലേക്ക് പോവുകയും ചെയ്യും. അത്തരത്തിലുള്ള വിചിത്ര വേഷധാരികളായ കുറെ ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അപ്പൊ അവരെയും കൂടെ കൂട്ടിപ്പിടിച്ചാണ് CPIയുടെ സംഘടന, CPI അല്ല, സോറി, ഞാൻ ആ പറഞ്ഞതിന് നാക്കുപിഴയാണ്, CPI അല്ല, CPIയുടെ രാഷ്ട്രീയ നേതൃത്വം അംഗീകരിക്കുന്ന ജോയിന്റ് കൗൺസിൽ, അവരുടെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ഈ പരിപാടിക്ക് പോയത്. അത് അവർ ആ കെണിയിൽ വീഴാൻ പാടില്ലായിരുന്നു. കാരണം ഒരാഴ്ച മുമ്പാണ് പിന്നെ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് 2019 ശ്രീ ജയചന്ദ്രൻ, അത് നേരത്തെ ശ്രീ അനിൽകുമാർ സൂചിപ്പിക്കുകയും ചെയ്തു. അത്തരം ഉറപ്പുകൾ മുഖ്യമന്ത്രിയിൽ നിന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും തന്നെ വന്നിട്ടുള്ളതാണ്. ഏതായാലും ഇത് നിയമസഭാ കാലമാണ്. ശ്രീ അനിൽ ബോസിന്റെ ശ്രദ്ധയിലേക്ക് കൂടി 2019 ഒരു കാര്യം അതുകൊണ്ടൊന്ന് പറഞ്ഞ് ഇതാണ് അവസാനിപ്പിക്കാൻ. 2019 ജൂലൈ 1 ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. കോവിഡ് കാലത്ത് ഇന്ത്യയിൽ എല്ലാ സാമ്പത്തിക മന്ദി ഒക്കെ ഉള്ള സമയമാണല്ലോ. ആ സമയത്ത് നടപ്പിലാക്കുകയും ചെയ്തു. കോവിഡ് കൊണ്ട് ആരും മാറ്റിവെച്ചില്ല, മാന്ദ്യം പറഞ്ഞില്ല. അത് കഴിഞ്ഞ് സ്വാഭാവികം പിന്നെ വരേണ്ടത് 2024 ജൂലൈ 1 ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉത്തരവ് വരേണ്ടത്. മുഖ്യമന്ത്രി അതും വ്യക്തമായിട്ട് പറഞ്ഞു, ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രഖ്യാപനം ഉടനെ നടത്തും, അതുണ്ടാകും. DA കുടിശ്ശിക, അത് മൊത്തം 7 കുടിശ്ശികയുണ്ട്, 2 കൊടുത്തിട്ടുണ്ട്, 2 കൂടെ ഈ വർഷം കൊടുക്കും, അടുത്ത വർഷം ബാക്കി കൊടുത്തു തീർക്കും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുന്നയാളാണെന്നുള്ള ബോധ്യം ജീവനക്കാർക്ക് ആകെ മാത്രമല്ല പൊതുസമൂഹത്തിനുമുണ്ട്. അതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം.